എന്താ ഋഷിമോനെ, കാര്യം പറ. അങ്കിളെ, മുൻപ് ആ പ്രഭാവതി എന്നെ തോൽപ്പിച്ചു. ഇപ്പതാ അവളും ആ ദേവികയും ചേർന്ന് എൻ്റെ അമ്മയെ തോൽപ്പിച്ചു. ഇനി അവരെ അങ്ങനെ ജയിക്കാൻ വിടാൻ പറ്റില്ല. ദേവിക കാരണോ എനിക്ക് ജീവിതം കിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷെ അതിന് പകരമായിട്ട് അവളെ MLA ആക്കുന്നതിൽ അമ്മയെ സഹായിച്ചിട്ടുണ്ട്. ഒടുവില് അമ്മയെ അവളെ ചവിട്ടി തേക്കുന്ന പോലെ അപമാനിച്ചത്. മോനെ, ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ദേവികയും പ്രഭാവതിയും ആ കുടുംബത്തേക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്ത് വേണം? എന്നെ എന്തിനാ വിളിച്ചേ? ഇതിന് പകരം വീട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടും. ഇനി ഞാൻ നടത്തുന്ന നീക്കം പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതിനാ ഞാൻ അങ്കിളുടെ സഹായം തേടിയത്. ആ ചന്ദ്രോത്തുകാരെ ഇല്ലാതാക്കിയാലേ എനിക്ക് സമാധാനം കിട്ടും. അതിന് അങ്കിൾ എൻ്റെ കൂടെ നിൽക്കണം. മോനെ ഋഷി, ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നിനക്ക് സഹായം ചെയ്യാനൊരുങ്ങിയ ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം, ഞാൻ ഋഷിയെ ഹെൽപ്പ് ചെയ്യുന്നത് മാഡം അറിയരുത്, ആ CPO അറിയരുത്. രണ്ടുപേരും അറിയില്ല, അതെന്റെ ഉറപ്പ്. എന്നെ എവിടെയൊക്കെ താഴ്ത്തിക്കെട്ടാമോ അവിടെയൊക്കെ ഇടിച്ചു താഴ്ത്താൻ ഒരുങ്ങി നിൽക്കുക CP. മാഡം ആണെങ്കിൽ CP പറയുന്നത് വിശ്വസിക്കുകയുള്ളൂ. എനിക്കറിയാം, CP അങ്കിളിനെ കൊണ്ട് ഞാനും വലിഞ്ഞിരിക്കുക. എന്തിനും ഏതിനും ഒടുക്കത്തെ ഉപദേശമാണ്. അതുകൊണ്ട് CP അങ്കിളിനെ അകറ്റി നിർത്താം. ശരി, ഇനി എനിക്കറിയേണ്ടത് ആരെ ആദ്യം തീർക്കാനുള്ളതെന്ന്. പ്രഭാവതിയോ ദേവികയോ? ദേവിക തന്നെ. എന്റെ അമ്മയെ അവഹേളിക്കാൻ മുന്നിൽ നിന്നത് ദേവികയാ. യെസ്. അവള് തന്നെ ആദ്യം തീരേണ്ടത്. എന്റെ പാർട്ടിയുടെ MLA ഒക്കെ തന്നെയാ. പക്ഷേ അവളില്ലാതായ അടുത്ത MLA ഞാനാ. അതൊക്കെ വേണ്ട സമയത്ത് ആലോചിച്ച് ചെയ്യാങ്കിൽ. ഓഹോ, മതി. മാഡം വിചാരിച്ചത് നടക്കും. രാമപുരം മണ്ഡലം ത്യാഗരാജന് വേണമെന്ന് പറഞ്ഞാൽ എത്ര ക്യാഷ് കൊടുത്ത് മാഡം നേടിയെടുക്കും? ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാങ്കിൽ. കഴിഞ്ഞ 2 പ്രാവശ്യവും ഓപ്പറേഷനിൽ ഋഷി നേരിട്ടാണ് നേതൃത്വം കൊടുത്തത്. പക്ഷെ ഇപ്രാവശ്യം ഋഷി പിന്നിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നതാരാ? ഇയാൾ. ഇതാരാ? സന്ദീപ്, ദേവികയുടെ ഡ്രൈവർ സന്ദീപ്. സിദ്ധാർത്ഥൻ സാറിന്റെ നേരിട്ടുള്ള നിയമനമാണ് സന്ദീപ്. ഇവിടെ വരുന്നതിന് മുന്നേ സന്ദീപ് എൻ്റെ ഒരു പരിചയക്കാരന് എന്ന് വെച്ചാൽ എൻ്റെ ആളാ. സന്ദീപ് എന്ന ദേവികയുടെ ഡ്രൈവറാണ് ഋഷിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അല്ല, അയാൾ ദേവികയോടൊക്കെ വിശ്വസ്തത കാണിക്കുന്ന ആളല്ലേ? ദേവികയ്ക്കെതിരെ ഡ്രൈവർ എന്തെങ്കിലും പ്രവർത്തിക്കോ? സന്ദീപിനെ സ്വാധീനിക്കുന്ന കാര്യമൊക്കെ എനിക്ക് വിട്ടേക്ക്. ഋഷിക്ക് വേണ്ടി ദേവികയുടെ ഡ്രൈവർ സന്ദീപ് ദേവികയെ വകവരുത്തിയിരിക്കും.